ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. വീട്ടിൽ തന്നെ നമുക്കിന്ന് നല്ല ടേസ്റ്റുള്ള ടൊമാറ്റോ സോസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഷോപ്പുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബ്രാൻഡഡ് ടൊമാറ്റോ സോസിൻ്റെ അതേ ടേസ്റ്റുള്ള ടൊമാറ്റോ സോസാണ് നമ്മൾ ഇന്നിവിടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. 1.5 കിലോ ടൊമാറ്റോയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഈ വശം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്ക് വേണ്ട, ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കേടായി പോവും. അതിനുശേഷം നമുക്കതിനെ പകുതിയിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെയും അതിനെ കട്ട് ചെയ്യാം. അങ്ങനെ ഒരു ടൊമാറ്റോ നമുക്കൊരു 8 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഹൈബ്രിഡ് ടൊമാറ്റോയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് നാടൻ ടൊമാറ്റോ വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സോസിന് കുറച്ച് പുളി കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നോർമലായിട്ട് ഹൈബ്രിഡ് ടൊമാറ്റോ തന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോസിന് വേണ്ടി ആയതുകൊണ്ട് നല്ല റെഡ് കളറിലുള്ള ടൊമാറ്റോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ ടൊമാറ്റോയും കട്ട് ചെയ്ത് ഒരു ബൗളിലേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ടൊമാറ്റോ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, 2-3 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ. അപ്പോൾ ഇത്ര സാധനങ്ങളോടെ നമുക്ക് ഈ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. സോസിന് നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഗ്യാസിലേക്ക് വെക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ നമുക്ക് 4 വിസിൽ വരണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു വലിയ അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിനി ഈ ടൊമാറ്റോ ജ്യൂസ് ഒന്ന് അരച്ചെടുക്കണം. ഇതേ രീതിയിൽ മുഴുവൻ ജ്യൂസും കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ ടൊമാറ്റോ സോസ് ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടിയിൽ പിടിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്ക് ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങും. ആ സമയം നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സോസിന് നല്ലൊരു റെഡ് കളർ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി തിക്കായിട്ട് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഒന്ന് താത്തി കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഫ്ലെയിം കുറച്ചുകൂടെ ഒന്ന് താത്തി കൊടുത്ത് മീഡിയത്തിലും താഴെ ലോ ടു മീഡിയത്തിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ആ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാനിതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം വിനെഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ വിനെഗർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോയ്ക്ക് പുളി കുറവാണെങ്കിൽ നമുക്ക് വിനെഗർ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാം. അത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മധുരം ആവശ്യത്തിനല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ടൊമാറ്റോ സോസിന് വേണ്ടത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ 25 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം 5 ടീസ്പൂൺ പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട്, 5 ടീസ്പൂൺ വിനെഗറും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിത് തണുത്തതിന് ശേഷം നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അതേപോലെ ഇതിപ്പോൾ ഒരു സ്ക്യൂസറിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത ഹോം മെയ്ഡ് സോസ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വിവരങ്ങൾ അറിയിക്കണം. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.